എന്തൊട്ട് കഷ്ടമാണ് നോക്കി. വല്ലവരും ഇവിടെ പങ്ക്ചലാണ്. ഈ മാവേലിയൊക്കെ ഒട്ടും പങ്ക്ചലല്ലാട്ടാ. നമ്മളാ പങ്ക്ചലല്ല, ഞാൻ പങ്ക്ചലല്ലാട്ടാ, രാമേട്ടൻ പങ്ക്ചലാണ്, അതെനിക്കറിയാം. എന്തു വല്ലാത്ത പരിപാടി. അന്നേരം വിളിച്ചപ്പോ പോരാന്ന് പറഞ്ഞതാ. സമയം എത്രയെന്നറിയ, എനിക്ക് ഇത്ര നേരം എന്നറിയൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇങ്ങനെ ഉടായിപ്പാണ് ഈ മാവേലിക്ക്. ഇത് എന്ത് പറ്റി? പുള്ളി സാധാരണ പങ്ക്ചലാണല്ലോ. ഞാനൊന്ന് വിളിച്ചു നോക്കാം. നിങ്ങൾ ഫോൺ എടുത്തൊന്ന് വിളിക്കും. ആ ഇപ്പ വരാന്ന് പറഞ്ഞത് കഷ്ടമാണ് നോക്കി. ഹലോ, കട്ട് ചെയ്താ? കട്ടായി. നമ്മളങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നിങ്ങൾ വിളിക്കുന്നത് ശല്യപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം കയറി എടുക്കുള്ളൂ. ഒന്നുകൂടി വിളിക്കും, നല്ലോണം വിളിക്കും. അങ്ങേരെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. നമ്മുടെ അടുത്താണ് അഭ്യാസം. ഹലോ, കട്ടായി. രക്ഷയില്ല. ഇയാളൊന്നും പങ്ക്ചലല്ലേ? ഭൂമിയിൽ വന്നപ്പോ നമ്മളെ പോലെ ആയിട്ടുണ്ടാവും. അതെ, ഇങ്ങനെ വിട്ടാ ശരിയാവൂലട്ടാ. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അയാളെ വരുത്തണ്ടേ? നമ്മുടെ മുമ്പിൽ ഇപ്പൊ വേറെ വഴിയൊന്നുമില്ല. പുള്ളിനെ ഇവിടെ വരുത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. ഒരു വഴിയുണ്ട്, ഞാൻ നോക്കിക്കോളാം. ഓക്കേ. ബ്രഹ്മാസ്മി ബ്രഹ്മം തസ്മൈ. മന്ത്രം ചൊല്ലു. എത്ര മുത്തണ്ടെന്ന് എണ്ണി നോക്കി ഇരിക്കും അല്ലേ? മുത്തം വെക്കണം. ചേട്ടാ, ഇവനൊരു സ്വസ്ഥയും തരൂല. എന്താണത്? ആമണി ഈ മണി പൂമണി കാമണി കഞ്ചുമണി കുഞ്ചുമണി ഏ മണി 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 ഈ മണി ആ മണി ഹാ മണി ഈ മണി കുഞ്ചുമണി യോ മണി ഇങ്ങേക്ക് വട്ടായാലോ? ആരോ ബെല്ലടിക്കണ്ടല്ലോ. രാമേട്ടാ, ആരോ വിളിക്കുന്നു. ആരോ വന്നിട്ടുണ്ട് തോന്നുന്നു. പോയി നോക്കാം. സ്വർഗം സ്വർഗകിരീടം ഏത് കാന്തം വരാന്നോ? ഞാൻ ഗോപാലകൃഷ്ണൻ. 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 രാമനകത്തുണ്ട്. എവിടെ? അവനോട് വരാൻ പറ. വരാൻ പറ്റില്ല. അവിടെ ഘോര തപസ്സിലാണ്. തപസ്സോ? വെറുതെ അല്ല, എനിക്ക് അവിടെ ഇരിക്കെ പൊറുതിയില്ലാതായി. സാരമില്ല, നോം അങ്ങോട്ട് വരട്ടെ. ആഗമിക്കൂ, വരൂ. മൂക്കിടിച്ചു നോക്കും പാവം. രാമേട്ടാ, തപസ്സെടുത്തിക്കോ. നിങ്ങളുടെ ആള് വന്നിരുന്നട്ടാ. രാവിലെ തന്നെ 2 കുറ്റി പുട്ടും 2 മുട്ടയും കയറ്റിയതിന് ശേഷമുള്ള തപസ്സ കണ്ട. ഇതാണ് ഘോര തപസ്. തപസ്സിലാണ്. ഉഗ്ര തപസ്സിലാണ്. കേറ്റിയത് ദഹിക്കാണ്ടായാലും ഞാൻ അനങ്ങില്ല അവിടെ. എന്നെ വിളിച്ചു വരുത്തിയിട്ട് അവൻ തപസ്സിരിക്കേ. എന്റെ തപസ് മുടക്കിയിട്ടാ ഞാൻ ഇവിടെ വന്നത്. അതൊന്നും പറ്റില്ല. മാവേലി ഇതാണ്. ഹാപ്പി ആയ? എന്റെ ജീവിതം ധന്യമായി. ഇരുന്നാലും മാവേലിയല്ല, മാവേലി. അയ്യോ, ഞാൻ കൃതാർത്ഥനായി. നീ എനിക്ക് സ്വസ്ഥത വിളിയോട് വിളിച്ചിട്ട് നീ ഇവിടെ തപസ്സിരിക്കുക. എന്റെ തപസ് മുടക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്.
ഞാൻ എത്ര നേരമായി വിളിച്ചോണ്ടിരിക്കുന്നു. എന്നാ വിളിയാ വിളിക്കുന്നത്? ഒരാൾ ഒരു പ്രാവശ്യം വിളിക്കാം, 2 പ്രാവശ്യം വിളിക്കാം, 3 പ്രാവശ്യം വിളിക്കാം. ഇത് തുരുതുരാ വിളിയല്ലേ? അവിടെ ഇരിക്കെ പൊറുതിയിട്ടാ നേരെ വെച്ച് വിളിച്ചിങ്ങോട്ട് വന്നു. ഇരുന്നാലും എനിക്ക് മാവേലി അല്ലാതെ വേറെ ആരാ ഉള്ളത്? മാവേലി, എന്നാത്തിനാ വിളിച്ചേ പറ. മാവേലി, എന്റെ ജീവിതം ധന്യമായി. എന്താ ഈ ബുൾഗാനൊക്കെ വെച്ചിട്ട്? ബുൾഗാൻ എന്ന് പറഞ്ഞ ആ തപസ്സിലായിരുന്നടേ. അവിടുന്ന് സമയം കിട്ടിയില്ല. ഞാൻ അവിടുന്ന് പാതി ഷേവ് ചെയ്ത് നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചതല്ലേ. ഓ, അവിടെയും തിരക്കാണോ? അപ്പൊ ഇവിടുന്ന് ഷേവ് ചെയ്യായിരുന്നില്ലേ? ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഷേവ് ചെയ്യാന്ന് വെച്ചിരിക്കായിരുന്നു. അപ്പൊ ചൊവ്വാഴ്ച ബാർബർ ഷോപ്പില്ല. ഓ, ചൊവ്വാഴ്ചയായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. കേരളത്തിൽ ബാർബർ ഷോപ്പുകൾ ചൊവ്വാഴ്ച ലീവാണെന്ന് അറിയില്ലായിരുന്നു മഹാബലി? ഇല്ല, അറിയില്ല. ഇത് ഓൺലി ഇൻ കേരള സ്റ്റേറ്റ് അല്ലേ? എന്നടാതെ എന്ത് ഞാൻ എത്ര നേരം കൊണ്ട് മാവേലിയെ വിളിക്കുന്നു. എന്തോന്ന് തപസ്സാടാ നീ ചെയ്യുന്നേ? സ്വർഗരാജ്യത്തൊരു നിയമമുണ്ട്. തപസ് ചെയ്യുന്നവരോട് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അത് ശിക്ഷാർഹമാണ്. ഗതികേട് കൊണ്ട, മനഃപൂർവ്വമല്ല. നിന്റെ തപസ് കൊണ്ട് എനിക്ക് ഡിസ്റ്റർബ് ആയിട്ട് ഫോണ് സൈലന്റ് മോഡിൽ ഇട്ടിട്ടുണ്ട്. അയ്യോ, അതാണ് കുറച്ചു നേരം കിട്ടാതിരുന്നല്ലേ? അവന്റെ ഒരു തപസ്. തപസ് ചെയ്ത് കഴിഞ്ഞാൽ വരുമെന്നാണ് നിന്റെ വിചാരം? ഓ, ആട്ടെ, എന്താ നിന്റെ പ്രശ്നം? അതായത് എനിക്ക് മൊത്തം പ്രശ്നമാണ് മഹാബലി. എന്താ പ്രശ്നം? അത് പറഞ്ഞു കൊടുക്കടാ. അതെ മാവേലി, രാമേട്ടൻ എന്റെ അപ്പനായതുകൊണ്ട് പറയല്ല, പുള്ളിപ്പഴ ജന്മിയരുത്. കണ്ട ഭയങ്കര ലുക്കല്ലേ, ഭയങ്കര അടിത്തല്ലേ. അതൊക്കെ പോയി ഇപ്പൊ കൂതറ ലുക്കായി. തനി കൂതറ നമുക്കിട്ട് താങ്ങാണല്ലോ. വെച്ചിട്ടുണ്ട്. പക്ഷേ ആള് പാവണം. ശുദ്ധനാണെങ്കിലും ദുഷ്ടന്റെ ഫലം ചെയ്യും. എന്നാലും എന്താ പ്രശ്നം? പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പോ കഴിഞ്ഞ ദിവസം വെറുതെ ഇരുന്നപ്പോ പഴയൊരു CD എടുത്തിട്ട് കണ്ടു. ഇല്ലേ രാമേട്ട? അപ്പൊ അതിനകത്ത് മാവേലി ചോദിക്കുന്ന എല്ലാവർക്കും വരം കൊടുക്കുന്നു പറഞ്ഞു കേട്ടായിരുന്നു. അപ്പൊ CD-യിൽ അത് കണ്ടതിന് ശേഷം രാമേട്ട ഒരു ആഗ്രഹം, ഒരു വരം ചോദിച്ചാലോ. ഞാനാണ് ഗൂഗിളിൽ തപ്പി മാവേലിന്റെ നമ്പർ എടുത്ത് കൊടുത്തു. എങ്ങനെയുണ്ട്? ആത്മാർത്ഥയുണ്ടെങ്കിൽ ഞാൻ എല്ലാവരെയും വിളിച്ചു വരുത്തി വരം കൊടുക്കും. ഇവന്റെ ഒരു വല്ലാത്ത വിളിയായി പോയി. തുരുതുരാ വിളിക്കുക, മേൽമേൽ വിളിക്കുക. ഓ, പ്രാർത്ഥന കറക്റ്റ് ആണല്ലോ. എന്താണെന്ന് പറഞ്ഞു, ഞാൻ തരാം. ഞാൻ അങ്ങനെ അത് പറയാടാ, നീ ഒന്ന് പറ. മാവേലി, അതെ പുള്ളിക്ക് ചെറിയൊരു ആവശ്യമുള്ളൂ. അത് പുള്ളിക്ക് പറയാൻ ഒരു ചമ്മലുണ്ട് മാവേലിന്റെ മുഖത്ത് നോക്കി. അങ്ങോട്ട് നോക്കിയേ, പുള്ള കണ്ണു മുഴുവൻ മാവേലി സ്വർണത്തിലാണ്. ഡയമണ്ടും എല്ലാം ഉണ്ടല്ലേ. അതായതേ പുള്ളിക്ക് കൊച്ചി സിറ്റിയിൽ വൈറ്റിലോ പനമ്പിള്ളിയാറോ കടവന്ത്രയോ ആ ഏരിയയിൽ ഒരു 6 സെന്റ് സ്ഥലം, അത്രേ ഉള്ളൂ. MG റോഡായാലും കുഴപ്പമില്ലാട്ടാ. ഒറ്റ നിർബന്ധമുള്ളൂ, 4 ബെഡ്റൂം, ഹാള്, കിച്ചണ്, പിന്നെ ഫുൾ ഫർണിഷ്ഡ്, സെൻട്രലൈസ്ഡ് AC, ഫ്രിഡ്ജ് ഡബിൾ തന്നെ വേണം കേട്ടോ. വീടിന് ഫ്രണ്ടേജ് നിർബന്ധ. പിന്നെ ഈവനിങ്ങിൽ ഒന്ന് ചില്ലാവാൻ വേണ്ടി അകത്തൊരു സ്വിമ്മിംഗ് പൂൾ കൂടി വേണം. അത്രേ ഉള്ളൂ. പറഞ്ഞു കൊടുക്ക്. ചെറിയ വരം അല്ലേ? ഇതിൽ കൂടുതൽ എന്നതാണ് വരം വേണ്ടത്? പിന്നെ അതാണ് പുള്ളിക്ക് വേണ്ടത് അല്ലേ? അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഈ കൊച്ചി നഗരത്തിൽ എങ്ങനെ ഒപ്പിക്കാനാണ്? മാവേലി ചതിക്കരുത്, ഞാൻ ആശിച്ചു പോയി. ദയവ് ചെയ്ത് ശരിയാക്കണം. ഒരു ഔട്ടർ സിറ്റി മതിയാ. ഞാൻ ഉദ്ദേശിച്ചത് കാലി വെക്കാനുള്ളൊരു ഇടം. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരു 1/2 സെന്റോ 1/4 സെന്റോ 1 സെന്റോ. ഇത് എന്നതാ? 6 സെന്റ് സ്ഥലം, 6000 സ്ക്വയർ ഫീറ്റ് വീട്, സ്വിമ്മിംഗ് പൂള്. അത് MG റോഡിൽ തന്നെ വേണം. അത് നടക്കൂല കേട്ടാ. 5-6 മക്കളും ഭാര്യയും കുടുംബവും ഇല്ലേ? എല്ലാവരും കൂടി കാല് വെക്കുമ്പോ 8 സെന്റ് ആവില്ല ദൈവമേ. പറ്റൂല മാവേലി. നാം പെട്ടുപോയല്ലോ. ശരി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. മാവേലി കാല് മാറല്ലേ. ഇന്ദ്രധനുസിൽ പോകുമ്പോ അവര് വിടില്ല. അവിടത്തെ കോടതി എന്നോട് വാക്ക് പറഞ്ഞതാണ്. എന്റെ തപം കൊണ്ട് കിട്ടിയതാണ്. എന്താ നിന്റെ മോന്റെ പേര്? ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ അല്ല, ഗോപാൽ കൃഷ്ണൻ. ഗോപാൽ കൃഷ്ണൻ. ഗോപാൽ കൃഷ്ണൻ. ഓ, പാതി പോയി. അപ്പൊ ഗോപാൽ കൃഷ്ണൻ. ഇവനെ എന്റെ കൂടെ വിടൂ. അതെ, പുള്ളിക്ക് ഇവിടെ കൊച്ചിയിൽ വലിയ പിടിയില്ല. ഞാൻ ഈ റീലൊക്കെ ചെയ്ത് എനിക്ക് ഇവിടെ ഭയങ്കര പരിചയ. ഞങ്ങൾക്ക് വേണ്ട വീട് ഞാൻ കണ്ടുപിടിച്ചു തന്നിരിക്കും. ശരി ശരി ശരി. മാവേലി, അതും നമ്മുടെ കയ്യിലേക്കാക്കി തന്നാ മതി.
അത് മാത്രം മതി. ഞാൻ എന്റെ തപശക്തി കൊണ്ടൊന്ന് നോക്കട്ടെ. ആ, ആ, ആ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ തപശക്തി കൊണ്ട് ഞാൻ ഏർപ്പാടാക്കി തരാം. മതി, അതു മതി. ഉം, ഉം, ഉം. അയ്യോ, അങ്ങയുടെ അനുഗ്രഹത്തിൽ ഞാൻ കൃതാർത്ഥനായി. അഥവാ ഇത് നടത്താൻ പറ്റിയില്ലെങ്കിൽ എന്റെ മോനെ ഒന്ന് നിങ്ങൾ കൊണ്ടുപോകണം. ആ ശല്യമെങ്കിലും തീരട്ടെ. അത്രയ്ക്കും ഒരു ശല്യമാണോ? ഇവനെ ഈ ഭൂമുഖത്ത് നിർത്താൻ പറ്റൂല, കൊള്ളൂല. അതുകൊണ്ട് പറഞ്ഞതാ. അത്രയ്ക്ക് കുഴപ്പക്കാരനാണോ? എന്തിന്? ഇവനെ പറ്റി പറയണേ നേരം വെളുക്കും. മിടുക്കനാണപ്പോ അല്ലേ? പിന്നെ? എന്റെ കൂടെ ഒന്ന് നടത്തി നോക്ക്, ശരിയാക്കി തരാം. കടാ, ഞാൻ രാത്രി വീഡിയോ കോൾ ചെയ്യാം. അപ്പൊ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് കേട്ട് കഴിഞ്ഞിട്ട് മാവേലി തീരുമാനിക്കും ഇവനെ ഇവിടെ നിർത്തണോ കൊണ്ടുപോകണോ. എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ഇവിടുന്ന് ഒഴിവാക്കി തരണേ. നമുക്ക് പോവാം. എന്ത് നിങ്ങൾ കാര്യത്തിൽ പറഞ്ഞപ്പോ അങ്ങത് ചെയ്തു തരികയാണെങ്കിൽ എന്റെ ജീവിതം കൂടുതൽ ധന്യമാവും. എടോ പോകുമ്പോ കൊണ്ടുപോണേ. തീർച്ചയായും. അതെ ഇനി ഇവിടുന്ന് ശരിയാവൂല. വാ, വാ, പോവാം. ഇങ്ങനെ എന്നെ മാവേലിക്ക് വെക്കും. ഞാനൊരു സത്യം പറയട്ടെ. കയ്യട്, കയ്യട്. ആ, sorry. നിന്റെ അപ്പനല്ല ഞാൻ. ലോകം ഭരിക്കുന്ന മഹാബലിയാണ്, മനസ്സിലായോ? ആ, എനിക്ക് വിശന്നിട്ട് പോയ പോണവർക്ക് എന്തെങ്കിലും തിന്നാൻ മേടിച്ചു അതായിക്കോട്ടെ. പ്രഭോ, ശിഷ്യാ, അനുഗ്രഹിച്ചാലും. ആയിക്കോട്ടെ, വരട്ടെ. ഓ, രക്ഷപ്പെട്ടു. ശരി, വാ. മാവിലെ കടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ കള്ളൊക്കെ പറഞ്ഞവരെ തനിക്ക് പോണതല്ലേ തനിക്കിട്ടേ വെച്ചോ. വീട് കിട്ടട്ടെ അപ്പൊ കാണിച്ചു തരാട്ടാ. എന്റെ ദിവസം കൊണ്ട് വന്നതാടാ. പോടാ. ആ, ഭഗവാനെ, വീട് കിട്ടിയില്ലെങ്കിലും ആ ചെക്കനെ ഒന്ന് കൊണ്ടുപോയി തന്നാ മതിയായിരുന്നു.